നോക്കിയാൽ എല്ലാം കുറ്റിയടിച്ചിരിക്കുക. 10 അടി അകലത്തിലാണ് നമ്മൾ കവുങ്ങ് നടാൻ വേണ്ടി കുറ്റികളിപ്പോൾ അടിച്ചിരിക്കുന്നത്. നല്ല ആഴത്തിൽ ഇത് വെള്ളം നിൽക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ശകലം നമ്മൾ ആഴം കുറച്ചിട്ടുണ്ട്. വയൽ പ്രദേശമാണ്. 1 മീറ്റർ ആഴത്തിൽ നമ്മൾ എടുത്തിരിക്കുന്നത് തെങ്ങിൻ്റെ കുഴി. ഇവിടുത്തെ വയൽ പ്രദേശമായ മണ്ണിൻ്റെ നിങ്ങൾക്ക് ഘടന കണ്ടാൽ അറിയാം. പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പ്ലോട്ടിൽ തെങ്ങും കവുങ്ങും വെക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കവുങ്ങിന് ലൈൻ അടിച്ചു, തെങ്ങിന് ലൈൻ അടിച്ചു. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, എല്ലാം കുറ്റിയടിച്ചിരിക്കുക. 10 അടി അകലത്തിലാണ് നമ്മൾ കവുങ്ങ് നടാൻ വേണ്ടി കുറ്റികളിപ്പോൾ അടിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഹിറ്റാച്ചി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആ കുഴിയെടുത്ത് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ കുഴി എടുത്തിട്ട് നമ്മൾ കുമ്മായി ഇട്ട് വെക്കും. കണ്ടോ, നല്ല ആഴത്തിലുള്ള കുഴിയാണ് എടുത്തിരിക്കുന്നത്. നോക്കുക, നല്ല ആഴത്തിൽ ഇത് വെള്ളം നിൽക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ശകലം നമ്മൾ ആഴം കുറച്ചിട്ടുണ്ട്. വയൽ പ്രദേശമാണ്. അതുകൊണ്ട് കുറച്ച് ആഴം കുറച്ചിട്ടുണ്ട്. കാരണം വെള്ളം നിന്ന് കഴിഞ്ഞാൽ തൈ ചീഞ്ഞു പോകുന്നതുകൊണ്ട് ഒരു 1/2 അടി കുറച്ചിട്ട് എടുക്കും. 2 അടി കുഴി എടുത്തിട്ടുള്ളൂ. 2.5 അടിയാണ് മിനിമം വേണ്ടത്. അത് 3 അടി ആയാലും കുഴപ്പമില്ല, വെള്ളം നിൽക്കാത്ത സ്ഥലമാണെങ്കിൽ. ഇതിപ്പോൾ നമ്മൾ കവുങ്ങിൻ്റെ കുഴിയാണിത്. തെങ്ങിൻ്റെ കുഴി കണ്ടോ, 1 മീറ്റർ ആഴത്തിൽ നമ്മൾ എടുത്തിരിക്കുന്നത് തെങ്ങിൻ്റെ കുഴി. ഇവിടുത്തെ വയൽ പ്രദേശമായ മണ്ണിൻ്റെ നിങ്ങൾക്ക് ഘടന കണ്ടാൽ അറിയാം. ഒരു ചേടി കളർന്നൊരു മണ്ണാണ്. ഉണ്ടോ, ഇത്രയും ആഴത്തിലാണ് കുഴി എടുത്തിരിക്കുന്നത്. അത് നമ്മൾ 25 അടി അകലത്തിലാണ് തെങ്ങിൻ്റെ കുഴി എടുത്തിരിക്കുന്നത്. ഉണ്ടോ, സൈഡ് കംപ്ലീറ്റ് നമ്മൾ തെങ്ങിൻ്റെ കുഴി എടുത്തു. ഉള്ളിൽ കൂടെ എല്ലാം കംപ്ലീറ്റ് കവുങ്ങ്. ഇനിയിപ്പോൾ നമ്മൾ 4 കവുങ്ങിൻ്റെ കുഴിയുടെ ഉള്ളിൽ നമ്മൾ ഒരു വാഴക്കുഴിയും കൂടെ കുത്തും. കാരണം ഇത് കവുങ്ങ് വെച്ച് കഴിഞ്ഞാൽ അന്നേരം നമ്മൾ വാഴക്കുഴി കുത്തും. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഇനിയിപ്പം കുഴി കുത്തി കഴിഞ്ഞാൽ അന്നേരം നമ്മൾ ഓരോ കിലോ കുമ്മായം മൊത്തം നമ്മൾ വെതറിയിട്ട് കൊടുക്കും. അപ്പോൾ മഴയൊക്കെ പെയ്ത് നല്ലോണം മണ്ണൊക്കെ തണുത്തതിന് ശേഷം നമ്മൾ ജൂൺ ആദ്യ വാരത്തിൽ നമ്മൾ ഇതിനകത്ത് കവുങ്ങ് തൈ വെക്കുന്നതായിരിക്കും. നമ്മൾ ഇതിനകത്ത് കുള്ളം കവുങ്ങാണ് വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പാർട്ടി പറഞ്ഞിരിക്കുന്ന കുള്ളം കവുങ്ങാണ് വെക്കുന്നത്. അത് ഏതെങ്കിലും ഒന്ന് നമ്മൾ വെക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആ സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഫുള്ള് വീഡിയോ കാണിച്ചിരുന്നതായിരിക്കും. നമ്മൾ പലരും കവുങ്ങ് വെച്ചിട്ട് ഒക്കെ പറയാറുണ്ട്, നമ്മൾ കുഴിയെടുത്തു അത് മൂടി, ഒരിക്കലും മൂടാൻ പാടില്ല. അപ്പോൾ ഞാൻ പല വീഡിയോയും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു കവുങ്ങ് നിൽക്കുന്ന 35 വർഷമായത് ഇപ്പോഴും കുഴി തന്നെയാണ്. ഒരു വേര് പോലും മൂളി കാണത്തില്ല. അപ്പം നമ്മൾ ആഴത്തിൽ കുഴിയെടുത്ത് വെക്കണം. നമ്മളൊരു കൃഷി ചെയ്യുമ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ ഇനിയുള്ള കാലത്ത് കൃഷി ചെയ്തിട്ടേ കാര്യമുള്ളൂ. എന്തെന്ന് വെച്ചാൽ, നമ്മുടെ മണ്ണിൻ്റെ മേൽമണ്ണ് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോയി. അമിതമായ രാസവള പ്രയോഗം അതിലൂടെയൊക്കെ ആയിട്ട് നമ്മുടെ മണ്ണിൻ്റെ ഘടന മൊത്തം മാറി. വെള്ളം ഒലിച്ച് അതിൻ്റെ വളക്കൂറുള്ള മണ്ണൊക്കെ ഒഴുകി പോയിട്ടുണ്ട്. അപ്പം മണ്ണിൽ വളം ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ ഇനിയുള്ള ചെയ്യുന്ന കാലത്തൊക്കെ നല്ല രീതിയിൽ, ശാസ്ത്രീയമായ രീതിയിൽ നല്ല അകലം പാലിച്ചുകൊണ്ട് നല്ല ജൈവവള പ്രയോഗം ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. മണ്ണിലെ നമ്മൾ രാസവള പ്രയോഗം കൊണ്ട്, അമിതമായ രാസവള പ്രയോഗം കൊണ്ട് നമ്മുടെ മണ്ണിലെ ജീവാണുക്കളൊക്കെ ബാക്ടീരിയകളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് നമ്മൾ വീണ്ടെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ കൃഷി ഇനിയുള്ള കാലത്ത് ആദായകരമായിട്ടും രോഗബാധ ഇല്ലാതെയും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ നടുന്ന സമയത്ത് നമ്മൾ ജൈവവളം നമ്മൾ തന്നെ സ്വന്തം ആക്കിയതുണ്ട്. നമ്മൾ നിർമ്മിച്ച ജൈവവളമുണ്ട്. ആ ജൈവവളം അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വേപ്പ് മണ്ണാക്കും ചേർത്തിട്ടാണ് നമ്മൾ തൈ വെക്കുന്നത്. ആ സമയത്ത് നിങ്ങളിത് ഫുള്ള് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അടുത്ത ആഴ്ച നമ്മൾ കോട്ടയത്തേക്ക് ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. അടുത്ത ആഴ്ച പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. അപ്പം കോട്ടയത്തേക്ക് പോകുമ്പം നമ്മൾ കോഴിക്കോട്, തൃശ്ശൂർ, അങ്കമാലി, മൂവാറ്റുപുഴ ഭാഗത്ത് ആർക്കെങ്കിലും കവുങ്ങിൻ്റെ തൈയോ തെങ്ങിൻ്റെ തൈയോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ നമ്മളോട് ബന്ധപ്പെടുക. നമ്മൾ പോകുന്ന റൂട്ടിൽ എത്തിച്ചു തരുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ നഴ്സറിയിൽ എല്ലാത്തരം തൈകളും ഉണ്ട്. കാപ്പിയുണ്ട്, കൊക്കോയുണ്ട്, പയ്യാനി തൈയുണ്ട്, കുരുമുളകുണ്ട്, വിവിധ ഇനം മറ്റ് ഫലവൃക്ഷ തൈകൾ എല്ലാം നമ്മുടെ നഴ്സറിയിൽ ലഭ്യമാണ്. അത് ഏത് വേണമെങ്കിലും നമുക്ക് വരുന്ന വഴിക്കാണെങ്കിൽ എത്തിച്ചു തരാൻ പറ്റുന്നതാണ്. നമ്മുടെ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിനടുത്ത വൈപ്പിര്യം എന്ന സ്ഥലത്താണ്. നമ്മൾ 35 വർഷമായിട്ട് ഇവിടെ നഴ്സറി മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. അപ്പം ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളോട് ബന്ധപ്പെടുക. അപ്പോൾ നമുക്കിപ്പോൾ ഇത് കണ്ടിട്ട് പലരും വിളിക്കുന്നുണ്ട്, പല ദിക്കിൽ നിന്നും. നമുക്ക് അവർക്കെല്ലാം നമ്മൾ പരമാവധി എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പം വീണ്ടും കാണുന്നവരെ ബൈ.